الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മൾ പൊതുവിൽ മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും അംഗീകാരവുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അഥവാ അവരുടെ വെറുപ്പും വിദ്വേഷവും അവഹേളനങ്ങളൊന്നും നമ്മൾ ഇഷ്ടപ്പെടാറില്ല. പ്രത്യേകിച്ചും നമുക്ക് വേണ്ടപ്പെട്ടവരുടേതാണെങ്കിൽ അവരെ നമ്മെ ഇഷ്ടപ്പെടണം, അവരെ നമ്മെ ആദരിക്കണം, അംഗീകരിക്കണം എന്നൊക്കെയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ഒരു റെസ്പെക്റ്റും ഒരു സ്വീകാര്യതയുമൊക്കെ ആഗ്രഹിക്കുന്ന നമ്മൾ, അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മളോട് ദേഷ്യപ്പെടുന്ന, വെറുപ്പ് പ്രകടിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് സാധാരണഗതിയിൽ നമുക്ക് താങ്ങാനാകാത്ത വല്ലാത്ത സങ്കടവും വിഷമവും ഒക്കെയായിരിക്കും സമ്മാനിക്കുക. ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട, വളരെയധികം നമ്മൾ സ്നേഹിച്ച ഒരാൾ നമ്മ വല്ലാതെ ഷൗട്ട് ചെയ്ത് നമ്മളോട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരനുഭവം ഉണ്ടായാൽ ഒരുപക്ഷെ നമുക്ക് ഉറക്കം കിട്ടുകയില്ല,
ഭക്ഷണമുണ്ടെങ്കിലും കഴിക്കണമെന്ന് നമുക്ക് തോന്നുകയില്ല. ഒന്നിനോടും താല്പര്യമില്ലാത്ത, മനസ്സാകെ തകർന്നു പോകുന്ന ഒരവസ്ഥ. പലരുടെയും ആത്മഹത്യാ വാർത്തകൾ കേൾക്കുമ്പോൾ, അതിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ മിക്കവാറും അവിടെയും കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള സംഗതികളാണ്. കുട്ടികളോട് മാതാപിതാക്കൾ ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത എത്രയോ സംഭവങ്ങളുണ്ട്. അതേപോലെ ഭാര്യയോട് ഭർത്താവ് ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ, ആർക്കും തന്നോട് ഇഷ്ടമില്ല എന്ന് അവർക്കങ്ങനെ തോന്നുകയാണ്. എന്തു കടും കൈയും ചെയ്യാൻ ആ കോപത്തിന്റെയും ദേഷ്യത്തിന്റെയും അവഹേളനത്തിന്റെയും ഒക്കെ വാക്കുകൾക്ക് സാധിക്കുമെന്നുള്ളത് നിത്യജീവിതത്തിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, നമ്മുടെ പടച്ച റബ്ബ് നമ്മളോട് ദേഷ്യപ്പെടുന്ന, നമ്മളോട് കോപിക്കുന്ന അവസ്ഥകളും രംഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരോടാണ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. പടച്ച റബ്ബിനോടായിരിക്കും. തന്റെ റബ്ബിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. കാരണം നമുക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകിയവൻ അല്ലാഹുവാണ്. ശ്വസിക്കുവാനുള്ള വായുവും കുടിക്കുവാനുള്ള വെള്ളവും സമ്മാനിച്ചത് അല്ലാഹുവാണ്. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിടിക്കാനുള്ള കൈ നമുക്ക് നൽകിയത് അല്ലാഹുവാണ്. നടന്ന് നമ്മൾ ഉദ്ദേശിച്ചിടത്തേക്ക് പോകുവാനുള്ള കാലുകൾ നൽകിയത് അല്ലാഹുവാണ്. എന്ന് വേണ്ട, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തൊരു നിഅമത്ത് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ഔദാര്യമായി നൽകിയ അവന്റെ നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ് എന്നാണ്. അങ്ങനെയുള്ള ആ റബ്ബ് നമ്മളോട് കോപിക്കും, ദേഷ്യപ്പെടും എന്ന് വന്നാൽ അതൊരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതല്ല, അസഹ്യമായിരിക്കും. അതിനെ പ്രതിരോധിക്കുവാനും തടയുവാനും മറ്റാർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നോട് കോപിക്കരുത് എന്നുള്ള ഒരു മിനിമം ചിന്തയും ജാഗ്രതയും നമുക്ക് വേണം. അതിന്റെ ഗൗരവം മനസ്സിലാക്കിയ ആളുകൾ അതിനെ പേടിച്ചിട്ടുണ്ട്, പടച്ചറബിനോട് രക്ഷ തേടിയിട്ടുണ്ട്, ജാഗ്രത പാലിച്ചിട്ടുണ്ട്. സലഫുസ്സാലിഹീങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കതിന് എമ്പാടും തെളിവുകൾ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ജീവിതത്തിൽ എത്രയോ സംഭവങ്ങൾ നമുക്കതിന് തെളിവായി കാണുവാൻ സാധിക്കുന്നതാണ്. പടച്ചറബിന്റെ കോപത്തിന്റെ ഒരു ചിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ പലപ്പോഴായി കേട്ടിട്ടുള്ള സംഗതിയാണ് ആ ഹദീസ്. പരലോകത്തെല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ ദീർഘനാളത്തെ കാത്തുനിൽപ്പിന് ശേഷം സ്വർഗത്തിലേക്കെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക് ഒരു തീരുമാനമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാകമാനം എല്ലാ അമ്പിയാക്കന്മാരുടെയും അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്ന രംഗം ഹദീസിൽ കാണാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഓരോ പ്രവാചകന്റെ അടുക്കിലേക്കും ഓരോ റസൂലിന്റെ അടുക്കിലേക്കും ആളുകൾ ഒന്നായി ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബ. ഇന്ന് എന്റെ റബ്ബ് വല്ലാതെ കോപിച്ചിരിക്കുകയാണ്. ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു. ഇതിനു മുമ്പ് ഇതേപോലെ എന്റെ റബ്ബ് കോപിച്ചിട്ടില്ല. വലൻ യഗ്ളബ ബഅദഹു മിസ്ല. ഇതിനു ശേഷവും ഇങ്ങനെ ഒരു കോപം, ദേഷ്യം അല്ലാഹുവിനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് എനിക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും റബ്ബിന്റെ മുന്നിൽ പറയാൻ എന്ന് പറഞ്ഞ് എല്ലാ നബിമാരും കൈയൊഴിക്കുന്ന രംഗം സ്വഹീഹുൽ ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിലൊക്കെ സ്ഥാനം പിടിച്ച വളരെ പ്രബലമായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം സുജൂദിൽ വീണ് ദീർഘനേരം റബ്ബ് പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ ദുആകളിലൂടെ തന്നെ അള്ളാഹുവിനോട് ധാരാളമായി കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു പറയുമത്രേ, ഇർഫഅ റഅസക്, പ്രവാചകരെ താങ്കളുടെ തല ഉയർത്തിക്കോ. എന്താണ് ചോദിക്കാനുള്ളതെങ്കിൽ ചോദിച്ചോ, പറയാനുള്ളതെങ്കിൽ പറഞ്ഞോ, അത് കേൾക്കും, അതിനുള്ള പ്രതിവിധി ഉണ്ടാകും, ഉത്തരം നൽകും എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ശഫാഅത്തിന്റെ വിഷയത്തിൽ ഈ ഖൗമിനെ, ഈ മനുഷ്യരെ അള്ളാഹുവെ നീ ഹിസാബിന്, വിചാരണയ്ക്ക് വിധേയമാക്കി അവരെ നീ പറഞ്ഞയക്കണേ എന്നുള്ള ആ ശഫാഅത്തുൽ ഉളമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വലിയ അംഗീകാരവും ആദരവുമായി പഠിപ്പിച്ച ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ക്രോധത്തിന്റെയും ദേഷ്യത്തിന്റെയും കോപത്തിന്റെയും ഒക്കെ കാഠിന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാർ അതിനെ ഭയന്ന രൂപം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും.
അതേപോലെ തന്നെ അള്ളാഹുവോ റസൂലോ ദേഷ്യപ്പെടുന്നത് സ്വഹാബത്ത് പേടിച്ചിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പ്രവാചകനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ദേഷ്യപ്പെട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ പ്രവാചകനായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നഊദു ബില്ലാഹി മിൻ ഗളബില്ലാഹി വഗളബി റസൂലി. അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും പ്രവാചകന്റെ കോപത്തിൽ നിന്നും ഞങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപവും ദേഷ്യവും അടങ്ങുന്നതുവരെയും, അഥവാ അള്ളാഹു കോപിച്ചാൽ അതിലൂടെ സംഭവിക്കുന്ന ദുരന്തം വിശ്വാസികൾ എന്നുള്ള നിലയിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഷ്യവും അള്ളാഹുവിന്റെ കോപത്തിന് നിമിത്തമാകും എന്നുള്ളത് കൊണ്ട് അതിന്റെ അപകട സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് പടച്ചറബിനോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന മാതൃക കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക്. അല്ലാഹുവേ, നിന്റെ ശാപകോപങ്ങളിൽ നിന്ന് നിന്റെ റിളയെ തൃപ്തിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു, കാവലിനെ തേടുന്നു. വബി മുആഫാതിക മിൻ ഉഖൂബതിക്. നീ അങ്ങേയധികം വിട്ടുവീഴ്ച ചെയ്യുന്ന മാപ്പാക്കുന്നവനാണ്. അതുകൊണ്ട് നിന്റെ ആ മാപ്പിനെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് തന്നെ ഞാൻ കാവലിനെ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളിൽ കാണാൻ സാധിക്കും. അള്ളാഹു കോപിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് ത്വാഹയിലെ 81-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ. ആരുടെ മേലാണോ എന്റെ ഗളബ്, എന്റെ ദേഷ്യം വന്നിറങ്ങുന്നത്, അവൻ നശിച്ചു, അവൻ പരാജയപ്പെട്ടു എന്നാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശക്തന്മാരും മല്ലന്മാരുമായിരുന്ന മനുഷ്യവർഗത്തിൽ അങ്ങനെയുള്ള ഒരു വർഗത്തെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയ അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ആ വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, പടച്ചറബ് ദേഷ്യപ്പെട്ടപ്പോൾ അള്ളാഹു അവർക്ക് നേരെ ക്രോധത്തോടുകൂടി നോക്കിയപ്പോൾ അവർക്ക് സംഭവിച്ചത് കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, വലിയ വലിയ ഈത്തപ്പനത്തടികൾ മറിഞ്ഞു വീണതുപോലെ അവർ ജീവൻ നഷ്ടപ്പെട്ട് അങ്ങനെ ചത്തൊടുങ്ങിക്കിടക്കുന്ന രംഗമാണ് സൂറത്തുൽ ഹാഖയിൽ അള്ളാഹു വിശദീകരിച്ചത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൂ ഇസ്രായേലിൽ സംഭവിച്ച ഒരു സംഭവം, ഇന്നല്ലാഹ ഗളിബ അലാ സിബ്തൈനി മിൻ ബനി ഇസ്രായേൽ. ബനൂ ഇസ്രായേലിൽപ്പെട്ട 2 ഗോത്രങ്ങൾക്ക് നേരെ അള്ളാഹു കോപിച്ചു. അങ്ങനെ അവർ ഇരുന്ന ആ സദസ്സിൽ ഫമസഖഹും ദവാബ യദിബ്ബൂന ഫിൽ അർള്, ആ മനുഷ്യരെ അള്ളാഹു കോലം മാറ്റിക്കളഞ്ഞു എന്നാണ്. ഭൂമിയിലൂടെ ഇഴയുന്ന ഇഴജന്തുക്കളാക്കി അവർ മാറ്റിക്കളഞ്ഞു എന്നാണ്. അപ്പൊ പടച്ച റബ്ബ് ദേഷ്യപ്പെട്ടാൽ ഏത് രൂപത്തിലായിരിക്കും അതിന്റെ തിരിച്ചടികൾ സംഭവിക്കുക എന്നത് നമുക്കാർക്കും കോലപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹ് ദേഷ്യപ്പെടുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ, റബ്ബിനോട് രക്ഷ ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് കാര്യങ്ങളാണ് എങ്കിലും അള്ളാഹുവിന്റെ ക്രോധമുണ്ട്, കോപമുണ്ട്, ദേഷ്യമുണ്ട്, ശിക്ഷയുണ്ട് എന്നൊക്കെ കേട്ടാലും നമുക്ക് പ്രിയപ്പെട്ട ദുനിയാവിലെ ചില ആളുകളുണ്ടാവും, നമ്മുടെ കൂട്ടുകാർ, അവര് വെറുക്കരുത്. അതല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥർ, അല്ലെങ്കിൽ മുതലാളിമാർ, ജോലിക്കാർ, വീട്ടുകാർ, കുടുംബക്കാർ, ഇവരൊന്നും നമുക്ക് നമ്മെ വെറുക്കുന്ന ആളുകളാകരുത്. അള്ള വെറുത്താലും കുഴപ്പമില്ല എന്ന രീതിയിൽ. അതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ക്രോധം വന്നാൽ ലോകത്തുള്ള എല്ലാവരും നമ്മെ സ്നേഹിച്ചാലും രക്ഷിക്കാൻ മുന്നിലുണ്ടായാലും ആ രക്ഷയും സഹായങ്ങളും ഒന്നും ഫലപ്പെടുകയില്ല. നേരെ മറിച്ച് ലോകത്തുള്ള എല്ലാവരും നമ്മെ വെറുത്തു, റബ്ബ് നമ്മെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരുടെയും വെറുപ്പും ക്രോധവും കോപവും നമുക്ക് ഒരു തെല്ലും അപകടങ്ങളോ പ്രയാസങ്ങളോ സൃഷ്ടിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ക്രോധത്തിന്, കോപത്തിന് കാരണമാകുന്ന നിരവധി സംഗതികളുണ്ട് ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് പടച്ച റബ്ബിന്റെ കോപത്തിന്റെ കാരണങ്ങളിൽ പ്രധാനമായും നമ്മൾ തിരിച്ചറിയേണ്ട സംഗതി, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചുകൊണ്ട്, അവയെ അവഗണിച്ചുകൊണ്ട് ഏത് തിന്മകളും
നമ്മൾ ചെയ്യാൻ മുതിരുന്നുവെങ്കിൽ അത് പടച്ച റബ്ബിന്റെ കോപം വിളിച്ചു വരുത്തുന്ന സംഗതിയാണ്. ഹറാമുകൾക്ക് യാതൊരു ഗൗരവവും കാണാത്ത തോന്നിയതുപോലെയുള്ള ജീവിതമാണെങ്കിൽ അള്ളാഹു ഏത് സമയത്തും അത്തരം ആളുകൾക്ക് നേരെ കോപിക്കാൻ, അവന്റെ ശിക്ഷകൾ അയക്കാൻ സാധ്യതയുണ്ട്. വിശിഷ്യ ചില പരാമർശങ്ങൾ ഹദീസുകളിലും ആയത്തുകളിലും കാണാം. ഒന്ന്, ശിർക്ക് ചെയ്യലും അത് പ്രചരിപ്പിക്കലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സാമിരി എന്ന് പറയുന്ന ഒരാൾ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി ബനൂ ഇസ്രായേല്യർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ നിന്ന് ഒരു 10-40 ദിവസം മാറി നിന്നപ്പോഴേക്കും ആ സംഭവവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുകയാണ് സൂറത്തുൽ അഅറാഫിലെ 152-ാമത്തെ വചനത്തിൽ, ഇന്നല്ലദീന തഖദുൽ ഇജ്ല, ആ പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും അതിനെ ഒരു ആരാധ്യനായി സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ സയനാലുഹും, തീർച്ചയായും അവർക്ക് കിട്ടാനുണ്ട്, വലബും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള ക്രോധം, കോപം, വദില്ലത്തുൻ, അതേപോലെ തന്നെ നിന്ദയും, ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ. അവർക്ക് ജീവൻ നൽകിയ, എല്ലാം നൽകി അനുഗ്രഹിച്ച ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് കൺമുന്നിൽ കാണുവാൻ പറ്റുന്ന രീതിയിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി, ശത്രുക്കളെ അവരുടെ കൺമുന്നിൽ തന്നെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയതാണ്. എന്നിട്ടും ആ നന്ദികേട് കാണിച്ച ആളുകളോട് അള്ളാഹു കോപിച്ചു ഈ പറഞ്ഞ കാരണത്താൽ എന്ന് ഖുർആൻ പറയുന്നു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ, ഒരു ജനവിഭാഗത്തോട് പടച്ചറബിന്റെ ക്രോധം, കോപം അതിശക്തമായിരിക്കുന്നു. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ എന്താണ് ചെയ്ത അപരാധം? അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റി, പള്ളികളാക്കി മാറ്റി എന്നാണ്. അപ്പൊ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കബറുകളൊക്കെ കെട്ടിപ്പൊന്തിച്ച് അവിടെ നേർച്ചകളും വഴിപാടുകളും ആരാധനകളും സമർപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ക്രോധം നമ്മൾ എരന്നു വാങ്ങുകയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ മറ്റൊന്ന്, ഈമാനിന് ശേഷം കുഫറിലേക്ക് മടങ്ങുന്ന ആളുകൾ, നമ്മളൊക്കെ പടച്ചറബിനോട് നിരന്തരം ചോദിക്കേണ്ട സംഗതിയാണ്. ഇന്നലെ വരെയും ദീനിന്റെ വക്താക്കളായി നിന്ന ആളുകൾ വേറെ ഏതെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വസ്വാസുകളും ഫിത്നകളും ഇറക്കുമ്പോഴേക്കും ദീൻ കൈയൊഴിച്ച് അത്തരം ആളുകളുടെ വക്താക്കളായി മാറുന്ന ആളുകൾ, ദീനിൽ നിന്ന് മുർത്തദ്ദായി പരിത്യജിച്ച് തിരിച്ചു പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനി, സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം പടച്ചറബിൽ അവിശ്വസിച്ച് അള്ളാഹുവിനെ നിഷേധിച്ച് ആരെങ്കിലും കുഫറിലേക്ക് പോകുന്നുവെങ്കിൽ ഫഅലൈഹിം ഗളബും മിനല്ലാഹ്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ക്രോധം, അള്ളാഹുവിന്റെ കോപം അവരുടെ മേലുണ്ട്. വലഹും അദാബുൻ അളീം, ഭീമമായ ഭയങ്കരമായ ശിക്ഷ അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞത്. അതേപോലെ തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് സ്വാഭാവികമാണ്. മനുഷ്യരെന്നുള്ള നിലയിൽ പലതും അറിയാത്തവരുണ്ടാകും, അതിനേക്കാൾ കൂടുതൽ അറിവുള്ള വേറെ ആളുകൾ ഉണ്ടാകും. അറിയാത്ത ആളുകൾ പലപ്പോഴും തനിക്ക് അറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് എതിർത്തുകൊണ്ടിരിക്കും, അത് സ്വാഭാവികമാണ്. എന്നാൽ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ, നീ പറഞ്ഞതുപോലെയല്ല കാര്യം, ഇങ്ങനെയാണ് ആ വിഷയത്തിലെ തെളിവുകളും ന്യായങ്ങളും എന്ന് പറഞ്ഞ് വസ്തുതാപരമായി ആരെങ്കിലും വിശദീകരിച്ചു കൊടുത്താൽ പിന്നെയും കുതർക്കങ്ങൾ നടത്തുന്നവർ സൂക്ഷിക്കണം. ഈഗോ വെച്ചുകൊണ്ട് ആരുടെയും മുന്നിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ലാതെ ആരുടെയും മുമ്പിൽ നമ്മൾ ചെറുതാകൊന്നും വേണ്ട. പക്ഷെ ബോധ്യപ്പെട്ട സത്യം അത് സ്വീകരിക്കാൻ, എത്ര വീറോടും വാശിയോടും നമ്മൾ വാദിച്ചതും തർക്കിച്ചതുമാണ് എങ്കിലും ഇന്നതാണ് ആ വിഷയത്തിലെ പ്രമാണം, അള്ളാഹു പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എങ്ങനെയാണ് എന്നറിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനം എന്താണ്? സമിഅന വ അത്അന, ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഇതുവരെയും ഞാൻ അതിനെ എതിർത്തത്, എനിക്ക് അങ്ങനെ ഒരു ഹദീസുള്ളത് അറിയില്ലായിരുന്നു, അങ്ങനെയാണ് ദീനിന്റെ പ്രമാണങ്ങൾ എന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ആ സത്യത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും. നേരെ മറിച്ച് തെളിവുകൾ ബോധ്യപ്പെട്ടിട്ടും പിന്നെയും അതിനെതിരിൽ ദുർന്യായങ്ങളും പിടിവാശിയുമായി നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹി മിൻ ബഅദി മസ്തുജീബ ലഹു ഹുജ്ജത്തുഹും ദാഹിള,
അവരുടെ തെളിവുകളും ന്യായങ്ങളും ഒന്നും നിലനിൽക്കുന്നതല്ല, തകർന്ന് തരിപ്പണമായി പോകുന്നതാണ്. അള്ളാഹുവിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കുള്ള തെളിവുകളും ന്യായങ്ങളും ഒക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം, അവർക്കെതിരിലുള്ള ന്യായങ്ങൾ അവർക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടതിന് ശേഷം പിന്നെയും അതിന്റെ പേരിൽ കടിച്ചു തൂങ്ങുന്ന ആളുകൾ, അവർക്ക് അവരുടെ ന്യായങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല, വഅലൈഹിം ഗളബുൻ വലഹും അദാബുൻ ശദീദ്, അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ട്, കഠിനമായ ശിക്ഷയും അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന സൂറത്തു ശൂറയിലെ 16-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോ ഈഗോ, വാശി, അതൊക്കെ ആ മേഖലയിൽ വേണ്ട. ദീനിന്റെ വിഷയത്തിൽ, ഇസ്ലാമികമായ മസലകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെളിവുകൾ കിട്ടിയാൽ ആ തെളിവുകൾക്കൊപ്പം നിൽക്കുവാനും അത് സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ ഇമാമിയങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? ഏത് വിഷയത്തിലും ഞാൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ പിന്നീട് അതിനെതിരിൽ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം കണ്ടാൽ, എന്റെ ഇമാം അബൂ ഹനീഫ, അല്ലെങ്കിൽ ഇമാം മാലിക്, അല്ലെങ്കിൽ ഇമാം ഷാഫിഈ, അല്ലെങ്കിൽ ഇമാം അഹമ്മദ്, ഇവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ്, പ്രവാചകൻ പറഞ്ഞ ആ ഹദീസ് അത് എനിക്ക് വേണ്ട എന്ന നിലപാട് ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ ആ മഹാന്മാർ സഞ്ചരിച്ച, അവർ പഠിപ്പിച്ച പാതയിലല്ല അയാൾ. മറിച്ച് അവരൊക്കെ പറഞ്ഞത് ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഏത് വിഷയത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് സ്ഥിരപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, അതിന് വിരുദ്ധമായി ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാക്ക് നിങ്ങൾ വിട്ടേക്ക്, ആ ഹദീസ് നിങ്ങൾ സ്വീകരിച്ചോ എന്ന് പറഞ്ഞവരാണ് അഹ്ലുസുന്നയുടെ എല്ലാ ഇമാമിയങ്ങളും. പക്ഷെ എന്നാലും പിൽക്കാലത്ത് വന്ന ചില ആളുകൾക്ക് തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് ഈ ഹക്ക് സ്വീകരിക്കാൻ സാധിക്കാതെ പിടിവാശി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ പകയും വിദ്വേഷവും ഒക്കെ പലപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. എന്നാൽ അത് മൂത്ത് ചില ആളുകൾ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് കൊലപാതകങ്ങൾ. യാതൊരു വിലയും കൊടുക്കാതെ മനുഷ്യജീവനെ നിസ്സാരമായി കണ്ടുകൊണ്ട് അറുകൊല്ല ചെയ്യുന്ന ആളുകൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ് എന്നറിയോ? വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, മനഃപൂർവ്വം കരുതിക്കൂട്ടി ഒരു വിശ്വാസിയെ ആരെങ്കിലും കൊല്ലുന്നുവെങ്കിൽ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ, അയാൾക്കുള്ള പ്രതിഫലം കത്തിയാളെന്ന നരകമാണ്, അതിൽ ശാശ്വതവാസിയായിരിക്കും അയാളെന്ന്. പടച്ച റബ്ബിനെ വിളിച്ച് ദുആ ചെയ്യുന്ന, റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ജീവൻ ആരെങ്കിലും അപഹരിക്കുന്നുവെങ്കിൽ അവന് കത്തിയാളെന്ന നരകമാണുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞു വഗളിബല്ലാഹു അലൈഹി വലഅനഹു, അല്ലാഹു അയാൾക്ക് നേരെ കോപിച്ചിട്ടുണ്ട്, അല്ലാഹു അയാളെ ശപിക്കുകയും ചെയ്തിട്ടുണ്ട്. വഅഅദ്ദ ലഹു അദാബൻ അളീമ, ഭീമമായ ഒരു ശിക്ഷ അയാൾക്ക് അല്ലാഹു ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ എത്രമാത്രം നമ്മളോട് ദുൽമ ചെയ്ത, ക്രൂരത ചെയ്ത ആളാണ് എങ്കിലും നിയമം കയ്യിലെടുത്തുകൊണ്ടൊരു ജീവൻ അപഹരിക്കാൻ നമുക്ക് അവകാശമില്ല. അയാൾ വധശിക്ഷക്ക് അർഹനാണെങ്കിൽ ഇസ്ലാമിക കോടതി അത് വിധിക്കും. നിയമ രീതിയിലൂടെ, നീതിന്യായ വ്യവസ്ഥയിലൂടെ അത് നടപ്പിലാക്കണം. എന്നല്ലാതെ സ്വന്തം വാപ്പയെ കൊന്ന വ്യക്തിയാണ് നമ്മുടെ മുന്നിലുള്ളത് എങ്കിലും അയാളെ തിരിച്ചു കൊല്ലാൻ നിയമം കൈയടക്കുന്ന വ്യവസ്ഥ എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഒരു വിശ്വാസിയെ മനഃപൂർവ്വം ഒരാൾ കൊന്നാൽ അത് ഏത് തരത്തിലുള്ള വിദ്വേഷം മൂത്തിട്ടാണെങ്കിലും നമ്മളത് വളരെ ജാഗ്രതയോടുകൂടി പാലിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ് എന്നർത്ഥം. അതേപോലെ മറ്റൊന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ, അത് കപടവിശ്വാസികളുടെ ലക്ഷണമായി, മുശ്രിക്കുകളുടെ സ്വഭാവമായി ഖുർആൻ പറഞ്ഞതാണ്. എങ്ങനെ? അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ തെറ്റായ ചില വിശ്വാസങ്ങളും വിചാരങ്ങളും വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അല്ലാഹീന ബില്ലാഹി ളന്ന സൗ അലൈഹിം ദായിറത്തു സൗ, അവരുടെ മേലാണ് അത്തരം ദുഷിച്ച ചിന്തകളും അതേപോലെ തന്നെ ദുഷിച്ച വിചാരങ്ങളും അവർക്കാണുള്ളത്, അവരുടെ മേലാണ് വരുന്നത്. വഗളിബല്ലാഹു അലൈഹിം വലഅനഹും, അല്ലാഹു അവരെ ശപിച്ചിട്ടുണ്ട്, അല്ലാഹു അവരുടെ മേൽ കോപിച്ചിട്ടുണ്ട്. വഅഅദ്ദ ലഹും ജഹന്നം, കത്തിയാളെന്ന ജഹന്നം അവർക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന സൂറത്ത് അൽ ഫത്ഹിലെ 6-ാമത്തെ ആയത്തിലൂടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്താണ് അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരം വെച്ച് പുലർത്തിയത്? തഫ്സീറുകളിൽ കാണാം, അന്നഹു ലാ യൻസുറു ദീനഹു, അള്ളാഹു അവന്റെ ദീനിനെ സഹായിക്കുകയില്ല, പ്രവാചകനെയും സ്വഹാബത്തിനെയും അതേപോലെ ആ ദീൻ
കൈക്കൊള്ളുന്ന ആളുകളെയും റബ്ബ് സഹായിക്കുകയില്ല. വലാ യുഅലി കലിമതഹു, ആ ദീനിന്റെ വചനം ഉയർന്നു കാണാൻ അള്ളാഹു അതിനെ സമ്മതിക്കുകയില്ല. വഅന്ന അഹ്ലൽ ബാത്തിൽ സതകൂനു ലഹുമുദ് ദാഇറതു അലാ അഹ്ലിൽ ഹഖ്, നേരെ മറിച്ച് അസത്യത്തിന്റെ വക്താക്കൾ, അത് ഏത് മേഖലയിലും ഏത് രൂപത്തിലുമുള്ള ആളുകളാകട്ടെ, ഭരണം നടത്തുന്ന ആളുകളാണെങ്കിലും സാമ്പത്തികമായ ശേഷിയും പിടിപാടുകളുമുള്ള ആളാണെങ്കിലും സത്യത്തിനെതിരിൽ നിലകൊള്ളുന്ന അവർക്കായിരിക്കും മേൽക്കോയ്മയും വിജയവും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സഹായവും. അതല്ലാതെ അള്ളാഹുവിന്റെ ദീനിനെയും അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചവരെയും ഒന്നും അള്ളാഹ് സഹായിക്കാൻ പോകുന്നില്ല. ഈ സാധുക്കൾ എന്ന് പറഞ്ഞ് അവരെ സംബന്ധിച്ച് കമന്റുകൾ ഇറക്കുന്ന ആളുകൾ, അവർ പടച്ച റബ്ബിനെ സംബന്ധിച്ചും പടച്ച റബ്ബിന്റെ നടപടികളെ സംബന്ധിച്ചും മോശമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ആളുകൾ, അവരുടെ മേൽ അള്ളാഹു കോപിക്കുമെന്നാണ്. അത് അവിശ്വാസികളുടെ സ്വഭാവമാണ് എങ്കിൽ വിശ്വാസികളായ നമ്മുടെയും മനസ്സിൽ പടച്ചറബിനോട് ചിലപ്പോൾ ചില പ്രതിഷേധങ്ങളും മോശമായ വിചാരങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മൾ കുറെ കഷ്ടപ്പെട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് അധ്വാനിച്ച് പല കാര്യങ്ങളിലേക്കും ഇറങ്ങിയിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യം നടക്കാതിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദേഷ്യപ്പെടും, ഇബാദത്തുകൾ വേണ്ട എന്ന് വെക്കും. ദീനും ദഅവത്തും പള്ളിയും ഒക്കെ നമുക്ക് പ്രിയങ്കരമായിരുന്നുവെങ്കിൽ അതൊക്കെ നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന ഒരു സ്വഭാവം പിശാച് നമ്മളെ വല്ലാതെ ട്രാപ്പിലാക്കുകയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ മോശമായ ചിന്താഗതികൾ വെച്ച് പുലർത്താൻ പാടില്ല. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, നിങ്ങൾ ചില കാര്യങ്ങൾ വിചാരിക്കും അതാണ് നല്ലത് എന്ന്, പക്ഷേ അള്ളാഹുവിനെ അറിയുള്ളത് വാസ്തവത്തിൽ നിങ്ങൾക്ക് ഹൈറല്ല, ഷെറാണ്. വേറെ ചിലത് നിങ്ങൾ ഷെറാണ് എന്ന് വിചാരിക്കും, പക്ഷെ വാസ്തവത്തിൽ അതാണ് ഹൈർ. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹു ആണ് അറിയുന്നവൻ, നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പരിമിതമായ ചിന്തയും ബുദ്ധിയും അറിവും ഒക്കെ വെച്ചുകൊണ്ട് വിലയിരുത്തി അതെന്താ റബ്ബ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുകയും റബ്ബിനെ കുറിച്ച് മോശമായ ചിന്താഗതികളും വെച്ച് പുലർത്തുന്നുവെങ്കിൽ അള്ളാഹു നമ്മെ കോപിക്കാൻ, നമ്മളോട് ദേഷ്യപ്പെടാൻ അതൊരു കാരണമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മടിയാണ് എങ്കിൽ, നമുക്ക് കുറെ പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? ആവശ്യങ്ങളില്ലാത്തവരാരാ നമ്മുടെ കൂട്ടത്തിലുള്ളവർ? ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷെ മനുഷ്യന്മാരോടൊക്കെ അത് പാടിപ്പറഞ്ഞ് നടക്കുന്ന ആളുകളോട് പറയാതെ റബ്ബിനോട് ഒന്ന് കൈ നിവർത്തി അള്ളാഹുവിനോട് ചോദിക്കാൻ, മനസ്സ് തുറന്നുകൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് റബ്ബിനോട് പറയാൻ മനസ്സില്ല എങ്കിൽ തീർച്ചയായും അതൊരു തരം അഹങ്കാരവും ധിക്കാരവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, അള്ളാഹ്നോട് ചോദിക്കാത്തവരോട് അള്ളാഹ്ക്ക് ദേഷ്യമാണ് എന്ന്. മനുഷ്യന്മാര് നേരെ തിരിച്ചാ. മനുഷ്യന്മാരോട് നമ്മൾ നിരന്തരം ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചാൽ തന്നെ ആളുകളാണ് എങ്കിലും പല പ്രാവശ്യം നമ്മൾ അവരോട് വായ്പയായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ പോലും ആളുകൾക്കത് ഇഷ്ടമുള്ള സംഗതിയല്ല. എന്നാലും പൊതുവെ മനുഷ്യന്റെ സ്വഭാവം എന്താ? റബ്ബിനോട് ചോദിക്കാതെ മനുഷ്യന്മാരോട് ചോദിക്കും. റബ്ബിനോട് ചോദിക്കുമ്പോഴോ അള്ളാഹ് തരും എന്ന് മാത്രമല്ല, തരാൻ കഴിവുള്ളവനാണ്. അതൊരു ഇബാദത്തായി, ഒരു പുണ്യമായി, നന്മയായി നമ്മുടെ അക്കൗണ്ടിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യവും നമ്മുടെ ഒരു ദുആയും അസ്ഥാനത്താവുകയില്ല. ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ അതിന്റെ ഗുണഫലങ്ങൾ നമുക്കുണ്ടാകും. ദോഷങ്ങളിൽ നിന്ന് ആ ദുആ നിമിത്തം നമ്മൾ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഇനി ധാരാളമായി ചോദിക്കും നബിയെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് അള്ളാഹ് ഞങ്ങൾക്ക് ധാരാളമായി തരുകയും ചെയ്യുമെന്ന്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പേഴ്സണൽ ആകട്ടെ, നമ്മുടെ നാടിന്റെ ആകട്ടെ, സമുദായത്തിന്റെ ആകട്ടെ, ലോകത്തിന്റെ ആകട്ടെ, ഏത് നന്മക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ നമ്മളോട് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാകും. എന്നാൽ നമ്മൾ ചോദിക്കാത്ത, ദുആ ചെയ്യാത്ത ഒരു പ്രവണതയാണ് നമുക്കുള്ളതെങ്കിൽ മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, അള്ളാഹ് നമ്മളോട് കോപിക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സഹോദരങ്ങളെ, സമ്പാദ്യത്തിലും ഉപജീവനത്തിലുമൊക്കെ അക്രമങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ ഏത് രീതിയും സമ്പാദിക്കും, ഏത് രീതിയിലും ചെലവഴിക്കും, ഏത് രീതിയിലും ആവശ്യമുള്ളതൊക്കെ വാങ്ങി തിന്നുന്ന, ഹലാലും ഹറാമും ഒന്നും പരിഗണിക്കാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച
സൂറത്ത് ത്വാഹയിലെ 81-ാമത്തെ ആയത്തിൽ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് വിശിഷ്ടമായത്, ഏറ്റവും നല്ലത് നിങ്ങൾ തിന്നുകൊള്ളുക. വലാ തത്ഗൗ ഫീഹി, നിങ്ങൾ അതിൽ അതിര് കവിയരുത്, അതിൽ നിങ്ങൾ അക്രമം കാണിക്കരുത്. എന്താണ് അക്രമം? ഫതസ്തഅമിലൂനഹു ഫീ മആസിഹി, നിങ്ങളുടെ സമ്പാദ്യം, അതേപോലെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്ക്, അത് നിങ്ങൾ അവന് ധിക്കരിക്കുന്ന തിന്മകളിൽ വിനിയോഗിക്കുന്നുവെങ്കിൽ, അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് ഹറാമായ സംഗതികൾ വാങ്ങി തിന്നുകയും കുടിക്കുകയും ഹറാമുകൾക്ക് വേണ്ടി അത് വിനിയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിലുള്ള ധിക്കാരമാണ്. വതബത്തറൂന നിഅമത, അതേപോലെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ, ഒന്നുമില്ലാത്ത ഇന്നലകൾ നിങ്ങൾക്കുണ്ടായി, അത് മറന്നുകൊണ്ട് 4 കാശ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നപ്പോൾ റബ്ബിനെയും വന്ന വഴിയെയും മറന്നുകൊണ്ട് തോന്നിയതുപോലെ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ, ഫഇന്നകും ഇൻ ഫഅൽതും ദാലിക ഹല്ല അലൈക്കും ഗളബി, എന്റെ കോപം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നതാണ് എന്നാണ്. ഖാറൂൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനാഢ്യന്റെ മുതലാളിയുടെ ചരിത്രം അതിനൊരു ഉദാഹരണമാണ്. ഖുർആൻ പറഞ്ഞു ഫയഹില്ല അലൈക്കും ഗളബി, അങ്ങനെയാണ് നിങ്ങളുടെ സമീപനമെങ്കിൽ എന്റെ ക്രോധം, എന്റെ കോപം നിങ്ങളുടെ മേൽ ഇറങ്ങും. വമൻ യഹ്ലിൽ അലൈഹി ഗളബി, ആർക്കെങ്കിലും എന്റെ കോപം ഇറങ്ങിയാൽ ഫഖദ് ഹവാ, തീർച്ചയായും അവൻ പരാജയപ്പെട്ടു, അവൻ നാശമടഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ കേൾക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ഗൗരവത്തോടുകൂടി നമ്മൾ അവിടെ നിർത്താൻ, നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സകലമാന ശാപകോപങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റബ്ബിലേക്ക് തന്നെ മടങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ, ഒരു ദുആയിൽ നമുക്ക് കാണാം, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് അവസാനത്തെ വാക്കുകളായി നിങ്ങൾ ഇത് പറയണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച അല്പം ദീർഘമായൊരു ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഭാഗം, അല്ലാഹുമ്മ ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്, അല്ലാഹുവേ നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ എനിക്കൊരു രക്ഷാകേന്ദ്രവും അഭയസ്ഥാനവുമില്ല. അതുകൊണ്ട് നീ കോപിക്കാതിരിക്കാൻ, എനിക്ക് കൂട്ടുപിടിക്കാൻ വേറെ ആരുമില്ല. നീ എന്നോട് കോപിക്കരുത്. എന്റെ കയ്യിൽ നിന്ന് വാക്കുകളായി പ്രവൃത്തികളായി എന്തെങ്കിലും അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് ഓടിച്ചെല്ലുകയല്ലാതെ, അള്ളാഹുവിന്റെ മുന്നിൽ ചെറുതായി അവനോട് കെഞ്ചുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, മാ യുബാഇദുനി മിൻ ഗളബില്ലാ, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന, രക്ഷപ്പെടുത്തുന്ന കാര്യം എന്താ, അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തില്ല, തഗ്ളബ്, നീ മറ്റുള്ളവരോടും കോപിക്കാതിരിക്കുക എന്നാണ്. ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോടൊക്കെ ദേഷ്യപ്പെടുമ്പോൾ കാര്യമുള്ളതിനാണോ കാര്യമില്ലാത്തതിനാണോ എന്തിനും ഏതിനുമൊക്കെ ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തി ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹു നമ്മെയും കോപിക്കാതെ നമ്മളോട് ദേഷ്യപ്പെടാതിരിക്കും എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിച്ച് റബ്ബിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ പരിഗണനയും ഒക്കെ കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന
എല്ലാ സഹോദരങ്ങളുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായും മാനസികമായ പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.